അതേപോലെ നമ്മൾ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരാശയം പ്രത്യക്ഷത്തിൽ ഭരിക്കുന്ന ആൾക്കാരും തുറന്നു പറയുന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ ചർച്ചയിലും തർക്കത്തിലെല്ലാം വരുന്നതാണ്, ഇത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ഇതേ നടക്കുകയുള്ളൂ, സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ ജീവിച്ചാൽ എന്നുള്ള കാര്യം. അങ്ങനത്തെ ഒരു ആശയം അതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഹിന്ദു രാഷ്ട്രമാവാനുള്ള ഭാവിയിലൊരു സാധ്യത എന്താണ്? ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു രാജ്യം അല്ലെ ഹിന്ദു രാഷ്ട്രം എന്നൊരു വാദഗതിയാണല്ലോ ഇത്തരം ആൾക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതെന്ന് പറയുന്ന അച്ഛതയോട് ബന്ധപ്പെട്ട് വരുന്നൊരു വാദഗതി മാത്രമാണ്. പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമല്ല, 1947 ബന്ധപ്പെട്ട് വിഭജനമുണ്ടാകുമ്പോൾ ആ വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനവിഭാഗങ്ങളെല്ലാം തന്നെ ഹിന്ദുക്കളാണെന്നുള്ളൊരു വാദഗതിയോട് ബന്ധപ്പെട്ടാണ് ഈ വാക്യം നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. പാകിസ്ഥാനിലേക്ക് ചേക്കേറിയ മുസ്ലിം വിഭാഗങ്ങളുണ്ട്. അതിനോടനുബന്ധിച്ച് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനവിഭാഗങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്നുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ബോധത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആശയത്തെ അവർ പ്രചരിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം തന്നെ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയെന്നിരിക്കട്ടെ, അപ്പോഴും ഇന്ത്യയിൽ വലിയൊരു വിഭാഗമായിട്ട് തന്നെ ഒരു മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട സമൂഹം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യയിലെ സമൂഹങ്ങളെല്ലാം തന്നെ ഹിന്ദുക്കളായി ആണെന്നൊരു വ്യാഖ്യാനമാണ് ഇതിൻ്റെ പുറകിൽ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ്, എന്ത് ബോധത്തിലാണ് ഇത്തരം ഒരു കാര്യം അവർ മുന്നോട്ട് വെക്കുന്നത് ചിന്തിക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന ചെറിയൊരു വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ, പാകിസ്ഥാനോട് ചേക്കേറിയ ആ വിഭാഗത്തെ മാറ്റി നിർത്തിയാൽ, അപ്പോഴും ഇന്ത്യയിൽ ക്രിസ്തുമത വിശ്വാസികളുണ്ട്, പാഴ്സികളുണ്ട്, ജൂതന്മാരുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈനമതക്കാരുണ്ട്, വിശ്വാസികളല്ലാത്തവരുമുണ്ട്, യാതൊരു മതത്തിലും വിശ്വസിക്കാത്ത ആളുകളുമുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം ചേർത്തുകൊണ്ട് അവരെല്ലാം ഹിന്ദുക്കളാണെന്ന് പറയുമ്പോൾ മറ്റു മതങ്ങളുടെ സാന്നിധ്യം അവരുടെ ഐഡൻറ്റിറ്റിയെ ബോധപൂർവം ഇവർ തകർത്തുകൊള്ളുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് ഹിന്ദുക്കളുടെ രാഷ്ട്രമാണെന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പറയുന്ന വിഭാഗങ്ങൾ, അതായത് ക്രിസ്തുമതത്തോട് ബന്ധപ്പെട്ടാകട്ടെ ബുദ്ധമതത്തോട് ബന്ധപ്പെട്ടാകട്ടെ, ഇവരെയെല്ലാം ഹിന്ദുക്കളായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരമൊരു കാര്യങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് ഹിന്ദുക്കളുടേതായിട്ടുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്തേക്ക് മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം. ആ ഒരു കാലഘട്ടത്തോടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ജൈത്രയാത്ര അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ ജൈത്രയാത്രയിൽ ഇന്ത്യയിലെ ദളിതുകളുടേതായിട്ടുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവർ ആ കാലഘട്ടത്തിൽ തങ്ങളെല്ലാം ഹിന്ദുക്കളാണെന്നൊരു ആവശ്യകത മുന്നോട്ട് വെക്കുന്നില്ല. ഹിന്ദുക്കളാണെന്നൊരു വാദഗതി എതിർത്തുകൊണ്ടാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഈ ദളിതുകൾ നിലനിന്നിട്ടുള്ളത്. നമുക്കറിയാം മാറിയ സാഹചര്യത്തിൽ ഈ ദളിതുകളെ ഹിന്ദുക്കളായിട്ടാണ് ഇവർ പരിഗണിക്കുന്നത്. ഇങ്ങനെ പരിഗണിക്കുമ്പോഴും ഉച്ചനീതിത്വം പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഈ ദളിതുകളെ ഇന്ന് ഹിന്ദുത്വവാദികൾ കണക്കാക്കുന്നത്. നമുക്കറിയാം തമിഴ്നാടോട് ബന്ധപ്പെട്ടാകട്ടെ അത്തരം പ്രദേശങ്ങളിലെ ഒരു മാതൃകാപരമായ ഒരു പ്രദേശമായിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹിന്ദുക്കളുടെ ഒരു മാതൃകാഭൂമിയായിട്ട് പോലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ പോലും പല കോളനികളും അല്ലെങ്കിൽ ഈ ദളിതുവൽക്കരിക്കപ്പെട്ട പല പ്രദേശങ്ങളും മതിലുകൾ കെട്ടി വേർതിരിച്ചിരിക്കുകയാണ്. ഈ കെട്ടിയിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഈ ഹിന്ദുമതത്തോടിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ജാതീയമായ അതിൻ്റെ വേർതിരിവുകൾ ഹിന്ദുമതത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഹിന്ദുമതത്തിനോട് ബന്ധപ്പെട്ട് വരുന്ന അതിൻ്റെ അനുയായികൾ തന്നെയാണ് ദളിതുകളെന്ന് പറഞ്ഞാലും വർത്തമാന സമൂഹത്തിൽ ദളിതുകളെ ഹിന്ദുക്കളുടെ ഭാഗമായിട്ട് കണക്കാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ദളിതുകളുടെ ഭൂമിയായിട്ടുള്ള അല്ലെങ്കിൽ ദളിതുകളുടെ കൂടി ഭൂമിയായിട്ടുള്ള ഈ ഒരു ഭൂപ്രദേശത്തെ ഈ പറയുന്ന ഹിന്ദുക്കളുടെ ഭൂമിയായിട്ട് ഒരിക്കലും ചിത്രീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം ഈ മുസ്ലിങ്ങളുടെ ഭൂമിയാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന പ്രദേശമാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ എല്ലാ മുസ്ലിങ്ങളാണെന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് പുലർത്താൻ കഴിയില്ല. കാരണം മുസ്ലിങ്ങൾ തന്നെ മുസ്ലിങ്ങളുടെ ഇടയിലുള്ള വിഭാഗങ്ങൾ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കിയിട്ടില്ല. കാരണം അഹമ്മദീയർ എന്ന് പറയുന്ന വിഭാഗമുണ്ട്. അഹമ്മദീയർ എന്ന് പറയുന്ന വിഭാഗത്തിൽ മുസ്ലിങ്ങൾ, അതായത് ഇന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങൾ അഹമ്മദീയർ എന്ന് പറഞ്ഞ വിഭാഗത്തെ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കിയിട്ടില്ല. അപ്പോൾ പലതരം അവാന്തര വിഭാഗങ്ങളിലൂടെയാണ് ഇന്ത്യയിലുണ്ടായിരുന്ന ജാതി സംഘടനകൾ അല്ലെങ്കിൽ മതവിഭാഗങ്ങളെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന വിഭാഗങ്ങളെല്ലാം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിലെ അവരുടെ അസ്തിത്വത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹിന്ദുരാഷ്ട്രം എന്നൊരു വാദഗതി ഇവർ പുലർത്താൻ ശ്രമിക്കുന്നത്. ഒരിക്കലും ഹിന്ദുരാഷ്ട്രം എന്ന ഒരു സ്വപ്നം പോലും പ്രായോഗികമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ക്രിസ്ത്യാനികളോടാകട്ടെ അല്ലെങ്കിൽ ഈ ഇന്ത്യയിൽ തന്നെ രൂപപ്പെട്ടുള്ള മതങ്ങളോട് ബന്ധപ്പെട്ട് അതിൻ്റെ അനുയായികളുണ്ട്. ആ അനുയായികൾ ഒരിക്കലും തന്നെ ഹിന്ദുമതത്തിൻ്റെ വാലിൽ സഞ്ചരിക്കാനോ അല്ലെങ്കിൽ പുറകിൽ സഞ്ചരിക്കാനോ ആഗ്രഹിക്കുന്നവരല്ല. നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് വരുന്ന പാകിസ്ഥാൻ രൂപീകരിക്കുമ്പോൾ ദളിതുകളോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടേതായിട്ടുള്ള ഒരു ഇടം വേണമെന്നുള്ളൊരു വാദഗതി ആ കാലഘട്ടത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്.
അച്ചുസ്ഥാൻ എന്ന് പറയുന്ന ഒരു രീതി, അല്ലെങ്കിൽ ദളിതുകളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള മുറവിളികൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ദളിതുകൾക്ക് വേണ്ടി ഉണ്ടാകുന്ന ഒരു മാതൃരാജ്യം, അതായത് മുസ്ലിങ്ങളെ പോലെ തന്നെ ദളിതുകൾക്ക് വേണ്ടി ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് അച്ചുസ്ഥാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം വേണമെന്നൊരു വാദഗതി പുലർത്തുമ്പോൾ ഹിന്ദുമതത്തിന്റെ ആശയത്തെ, അല്ലെങ്കിൽ ഹിന്ദുമതത്തോട് ബന്ധപ്പെട്ട് വരുന്ന അപ്രമാദത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ ഒരു ആശയം മുന്നോട്ട് വരുന്നത്. അപ്പോൾ അവർ കൂടി വസിക്കുന്ന ഒരു ഭൂമിയെ, അല്ലെങ്കിൽ ന്യൂനപക്ഷത്തോട് ബന്ധപ്പെട്ട് വരുന്ന ക്രിസ്ത്യാനികളാകട്ടെ മുസ്ലിങ്ങളോ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഭൂമിയായിട്ട് വാഴ്ത്താൻ ശ്രമിക്കുന്നത് അത് അജ്ഞതയാണ്. അത് മറ്റു മതവിശ്വാസികളിലും അല്ലെങ്കിൽ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തിലും അവരുടെ ചിന്തയിലുമുള്ള കടന്നുകയറ്റമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ.